Guys, Thug Life കണ്ടു. Written and directed by the legend മണിരത്നം sir. പക്ഷെ ഇത് പുള്ളി ചെയ്തൊരു സാധനം തോന്നത്ത് പോലും ഇല്ല. അവിടെ ഇവിടെയായിട്ട് വെട്രിമാരൻ ചെയ്തൊരു സാധനം ചിലയിടത്ത് കണ്ടാല് ഡയറക്ടർ ഹരി, പിന്നെ അവിടെ ഇവിടെയായിട്ട് ചെക്കച്ചവന്തമാനം കണ്ടു. പിന്നെ ചോദിച്ചാല് STRന്റെ ഒരു പുതിയൊരു നെഗറ്റീവ് ഷെയ്ഡ് ഒരു ക്യാരക്ടർ ഉണ്ട്. അല്ലാതെ പടത്തിൽ ഒന്നുമില്ല. തഗ് ലൈഫ് അല്ല, ലാഗ് ലൈഫ്. മുത്ത് ലാഗ് എന്ന് പറഞ്ഞാല് എന്തുവാണ് ചോദിച്ചേക്കുന്നത്? ഒരു ത്രെഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാതെ ഒരു പടം പടച്ചങ്ങ് വിട്ടേക്കുക. തുടക്കത്തിൽ അവിടെ ഇവിടെയായിട്ട് എന്തോ സംഭവം നടക്കാൻ പോകുന്നു എന്തൊക്കെ തോന്നും. പക്ഷെ എന്നിട്ട് കാണിച്ചിരിക്കുന്നത് ജില്ലയില് കുറച്ച് പഴയ നായകൻ മിക്സ്, പിന്നെ കണ്ടു മടുത്ത കുറെ ഗ്യാങ്സ്റ്റർ പടം മിക്സ്, പിന്നെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ചക്കച്ചവന്തമാനം റെഡി, തഗ് ലൈഫ് റെഡി. ഇങ്ങനെ എന്തിനാണ് തിരക്ക് പിടിച്ചൊരു പടം ചെയ്യുന്നത്? ഇതിനകത്ത് അശോക് ചെൽവൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ ദുൽഖറിന് വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ആ 4-5 സീനിൽ ആ ക്യാരക്ടറിനെ കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ ദുൽഖർ ചെയ്യാന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ ഊക്ക് ദുൽഖറിന് കിട്ടേണ്ട ഒരു ഐറ്റമായിരുന്നു. എന്തായാലും ദുൽഖർ അത് ജസ്റ്റ് മിസ്സായിട്ട് കളഞ്ഞു. അത് കളഞ്ഞിട്ട് പുള്ളി പോയി ലക്കി ഭാസ്കർ ചെയ്തു. അതാണ് അവിടുത്തെ സെൻസേഷൻ ഹിറ്റുമായി. എന്തുവായാലും പടം കാണാൻ കൊള്ളാവോന്ന് ചോദിച്ചാല് STRന്റെ ഫാൻസിന്, അല്ലെങ്കിൽ STRനെ ഒരു നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കമലഹാസന് കുഴപ്പമില്ല, പക്ഷെങ്കിൽ സ്റ്റോറി ഇല്ല. ആക്ച്വലി പടത്തിൽ തൃഷയുടെ ക്യാരക്ടറൊക്കെ ഉണ്ട്. പുള്ളിക്കാരുടെ ക്യാരക്ടർ എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് കൂടാതെ അശോക് ചെൽവനെ കാണിച്ചത് എന്തിനാന്ന് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ഒരു പടം ചെയ്തു ഒരു 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 കമലഹാസൻ സിനിമ അല്ലെങ്കിൽ ഒരു മണിരത്നം സിനിമ ചെയ്തു വെച്ചു. അത് കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ പക്ക ഒരു തട്ടിക്കൂട്ട് പടം എങ്ങനെ ഉണ്ടാക്കി വെക്കാവോ ആ രീതിയിൽ ചെയ്ത എന്തോ ഒരു സാധനം. അല്ലാതെ ഇതിനകത്ത് യാതൊന്നുമില്ല. പടത്തിലെ ഒരു ചെറിയ പോസിറ്റീവ് സൈഡായിട്ട് പറയാനായിട്ട് ജോജു ജോർജിന്റെ പെർഫോമൻസ് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജോജുവിന് കുറച്ച് സ്പേസ് ഉള്ളെന്ന് പറഞ്ഞപ്പോൾ സ്ക്രീൻ പ്രസൻസ് സ്വാഗും ഒക്കെ വേറെ ലീഗ്. STRനും കമലഹാസനും അത്രയും കിട്ടിയില്ല. പക്ക അവരെ സൈഡായി കളയും. ആ റേഞ്ച് പെർഫോമൻസ്. പുള്ളിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടൊക്കെ ഒരു നല്ല പവർഫുൾ വില്ലനായിട്ടൊക്കെ വരുവാണെങ്കിൽ വേറെ ലീഗ് ആയിരിക്കും. അത് മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഓപ്പോസിറ്റ് വരണം കട്ടക്ക്. ആ ലെവലായിട്ട്. അതായത് നമ്മളെ അയ്യപ്പനും കോശിയില് ബിജുമാനൊക്കെ വന്നു കൂട്ട് ഒരു സാധനം ചെയ്യണം. അന്നേരം നമുക്ക് ജോജിന്റെ റേഞ്ച് മനസ്സിലാകത്തുള്ളൂ. ഇതിനകത്ത് കുറച്ച് സീനെ പുള്ളി വന്നു പോകുന്നുള്ളെന്ന് പറഞ്ഞാലും സൂപ്പറായിരുന്നു. പുള്ളിയുടെ ഇത് സൂപ്പറായിരുന്നു. പിന്നെ പടത്തില് സോങ്സ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇട്ടു. പിന്നെ ഒന്നുമില്ല, എന്തൊക്കെയോ ചേർത്ത് ഒരു സിനിമ, ഒരു അവിയൽ പരുവം. പേഴ്സണലി ഇന്ത്യൻ ടു ഇതിലേക്ക് നന്നായിട്ട് തോന്നി. അതായത് ഒരു മലങ്കൾട്ട് പടമാണ് ഇന്ത്യൻ ടു, നമുക്ക് അറിയാം. ആ റേഞ്ചിൽ കണ്ടോണ്ടിരുന്ന ഇന്ത്യൻ ടു എൻജോയബിൾ ആണ്. പക്ഷെ ഈ പടം എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. എന്തോ ഒരു സാധനം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു. ഇറങ്ങി ഓടാൻ പറ്റുമോ? ഇല്ല, പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങ് ഇരുന്നു. പേഴ്സണലി കണ്ടു തീർക്കാൻ തന്നെ നല്ല കഷ്ടപ്പെട്ടു. അല്ലാതെ കമൽഹാസൻ സാറിൽ നിന്ന് ഒരു മണിരത്നം പടവും കൂടെ ആകുമ്പോൾ ഇത്രയൊന്നും അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ എക്സ്പെക്ടേഷൻ ഒത്ത് ഒരു രീതിയിലും പടം വന്നിട്ടില്ല. പിന്നെ കേരളത്തിൽ ഓൾറെഡി പ്രൊമോഷൻസേ ഇല്ല, നല്ല ബുക്കിംഗ് ഇല്ല. ഇനി എന്തു ആവുമെന്ന് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. എന്തായാലും എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്ന് നോക്കാം. അല്ലാതെ യാതൊന്നും ഒരു പുതുമയില്ലാതെ ജില്ലയിലും നായകനിലും കമൽഹാസന്റെ പഴയ പടങ്ങളിലും എന്താ പറയാ ഒരു ഫ്രഷ്നെസ്സും ഇല്ലാതെ പഴയ പടങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു അമീർ പരുവത്തിൽ ഒരു സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്. അല്ലാതെ പേഴ്സണലി ഒന്നും തോന്നിയിട്ടില്ല. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.